മെക്കാനിക് ടോക്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് ഷവർലെ ബീറ്റിൻ്റെ ഒരു കംപ്രസറിനെ കുറിച്ചാണ്. മുന്നൊരു വീഡിയോയിൽ ഇതിൽ പവർ ടൂൾസിന് ലഭിക്കുന്ന സിലിക്കോൺ വാഷർ ഉപയോഗിച്ചിട്ട് നമുക്കിത് എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളത് എങ്ങനെ അത് അസംബിൾ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബീറ്റിൻ്റെ കംപ്രസർ പിസ്റ്റൺ അഴിച്ചിട്ട് പിസ്റ്റണിൻ്റെ സ്ലീവ് മാറ്റാണ് നമ്മൾ ആൾട്ടർ ചെയ്തിട്ട് പിന്നല്ല ടൂൾസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. 2 സെറ്റ് കംപ്രസറാണ് ചെയ്യാനുള്ളത്. അതിലൊരു സെറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓവറിങ് ഇട്ടത് നമ്മൾ സാധനമാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനി വീണ്ടും ഇതിപ്പോൾ ഓവറിങ് എല്ലാം ഇട്ട് സെറ്റാക്കിയതാണിത്. അത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഈ ഓവറിങ്ങാണ് ഇതിൻ്റെ അധികം പോകാറുള്ളത്. അപ്പോൾ ഇത് മാറ്റി വേറെ നമ്മളെ ടൂൾസിലൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ളൊരു ഓവറിങ് ഇട്ടിട്ടുണ്ട്. അതായത് ഓയിലിലോ ചൂടിലോ ഘർഷണത്തിലോ തേഞ്ഞു പോകാത്ത ഒരു സിലിക്കോൺ സ്ലീവാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരു സിലിക്കോൺ റിങ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിട്ടിട്ട് നമുക്ക് AC ഒന്ന് കംപ്രസർ സെറ്റ് ചെയ്തിട്ട് ഒന്ന് വണ്ടിയിലൊന്ന് പിടിപ്പിച്ച് നോക്കണം. നല്ല പ്രോസസ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, അതായത് ഇതിനൊന്നും കംപ്ലൈൻസ് ഇല്ലാത്തൊരു സാധനങ്ങൾ ക്ലിയർ ചെയ്തെടുത്താണത്. അപ്പോൾ അതിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ഷവർലെ ബീറ്റ് ഡീസൽ കാറിൻ്റെ AC കംപ്രസറിൻ്റെ പിസ്റ്റൺ വർക്ക് നമ്മളിവിടെ ഇതാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ ചാല് കയറിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലിക്കൺ സ്ലീവ് മാറ്റിയിട്ട് നമ്മൾ പവർ ടൂൾസിൻ്റെ സിലിക്കൺ സ്ലീവാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു ഓവറിങ് പോലെയുള്ള സിലിക്കൺ സ്ലീവിന് അതിന് വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ കുളമംഗലത്ത് പ്രവർത്തിക്കുന്ന PK ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഗിരീഷിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. വളരെ നല്ല സ്കില്ലായി പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ മെക്കാനിക്കാണ് പുള്ളി. 34 വർഷമായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. അതിലിടയ്ക്ക് കുറച്ച് പ്രവാസ ജീവിതത്തിലേക്ക് പോയിരുന്നു. ശേഷം നാട്ടിൽ വന്ന് വീണ്ടും പഴയ ആ സ്കില്ലോട് കൂടി തന്നെ ഇത്തരം പ്രവർത്തികൾ. AC കംപ്രസറാണ് ഇത്. അപ്പം ഇത് നമ്മൾ കംപ്ലൈൻറ്റ് വന്നാണ്. ഇത് ഈ പിസ്റ്റൺ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കറുപ്പ് ഓയിലൊക്കെ വന്നിട്ട് ഡാമേജ് ആയില്ല. അപ്പോൾ ഇതിൽ ലൂസായ കാരണം നമ്മളിതിനെ മാറ്റിയിട്ട് ഈ പിസ്റ്റണ മാറ്റിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു വാഹനത്തിന് ഇത് ഒരു 10-15 കിലോമീറ്ററോളം ഓടി കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വീണ്ടും അതൊന്ന് 2-3 കംപ്രസർ റീഅസംബിൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതുപ്രകാരമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുകളിൽ സിലിക്കോൺ സ്ലീവ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇത് ഒക്കെ തേഞ്ഞു പോയ സിലിക്കോണാണ്. ഇത് പ്രഷർ കിട്ടണില്ല. അപ്പോൾ അതിനാലാണ് ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് അസംബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അസംബിൾ ചെയ്ത് നോക്കാം നമുക്ക്. ഇതിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഇത്. കാരണം അതിങ്ങനെ ഉരുണ്ടുള്ളൊരു സിലിക്കോൺ സ്ലീവാണ്. ഇത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷെ അതിപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണിപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് പ്രഷർ ടെസ്റ്റ് നടത്തി നോക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ശേഷം നമുക്കത് നമ്മൾ അസംബ്ലിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാക്കി കംപ്ലീറ്റ് ഇതിൻ്റെ വർക്കുകൾ കഴിച്ച ശേഷം നമ്മൾ ഇനി ടെസ്റ്റിങ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു 12 വോൾട്ട് ഒരു DC ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചു നോക്കാം. അപ്പോൾ ഇതിലൂടെ ഓയിൽ വലിച്ച് ഇതിലൂടെ പ്രഷറിൽ നല്ല തള്ളൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണല്ലോ ഇതിൻ്റെ സിസ്റ്റം. അതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇത് 12 വോൾട്ടിൻ്റെ ചെറിയ ഡ്രില്ലാണിത്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ അത്യാവശ്യം നല്ല പ്രഷറിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രഷറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് വാഹനത്തിൽ ഫിറ്റ് ചെയ്ത ശേഷമുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത ഒരു ഇതിൽ കാണിക്കാം. ഒന്നിച്ചാകുമ്പോൾ വലിയൊരു വീഡിയോ മാറിപ്പോകും. അപ്പോൾ ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.